ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബീഡ്സ് വർക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ചെയ്തപ്പോൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ ടുലിപ്പിൻ്റെ നീഡിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ബീഡ് വർക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു തിന്നായിട്ട് ഹുക്ക് ഏരിയ ഒരു നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ആര്യ വർക്കിന് യൂസ് ചെയ്യുന്ന ബീഡ് വർക്കിൻ്റെ നീഡിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു തിന്നായിട്ടുള്ള ഏരിയ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ ബീഡ്സിനെ ആയിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് അധികം ബീഡ്സിനെ ലോഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഡ്സിനെ ഇങ്ങനെ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബീഡ്സ് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് നീഡിൽ പിടിക്കുന്ന ടൈമിൽ ഓരോരോ ബീഡ്സ് ആയിട്ട് ഇങ്ങനെ താഴെ വീണു പോകും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോതിരവിരൽ കൊണ്ട് ഈ നീഡിലിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക ബീഡ്സിനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണ്ട ബീഡിനെ മാത്രം ഓരോന്നിനെയായിട്ട് ഇങ്ങനെ വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നോർമലി ചെയ്യും പോലെ ഒരു ലൂപ്പിനെ ഇങ്ങനെ എടുക്കുക. ഈ ലൂപ്പ് ഒന്നിങ്ങനെ കുറച്ച് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഓരോരോ ബീഡിനെയായിട്ടാണ് ഓരോ ലൂപ്പിലേക്കും ഇറക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് അടിയത്തെ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുത്ത് നന്നായിട്ട് അടുപ്പിച്ചതിന് ശേഷം ഈ ഒരു ബീഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഒരു ലൂപ്പിനെ എടുത്തു കൊടുക്കേണ്ടത്. മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വല്ലാതെ ബലം പിടിക്കരുത്, കാരണം ഈ നീഡിൽ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നീഡിലാണ്, അപ്പോൾ വളഞ്ഞു പോവും. അപ്പോൾ ഒരു ലൂപ്പ് കൂടി വന്നല്ലോ. ഈ വന്ന ലൂപ്പിലേക്ക് വീണ്ടും നമ്മൾ ഒരു ബീഡ്സിനെയും കൂടി ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബീഡ്സിനെ നമ്മൾ കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നന്നായിട്ട് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും അടുത്ത ഒരു ലൂപ്പിനെ എടുത്തു കൊടുക്കുക. പതിയെ ചെയ്യുക, കാരണം നമ്മളെ ഈ ഒരു നീഡിൽ വളരെ തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ ത്രെഡൊക്കെ സ്പ്ലിറ്റ് ആവും. വീണ്ടും ആ ഒരു ലൂപ്പിലേക്ക് അടുത്ത ഒരു ബീഡ്സിനെ ഇട്ട് കൊടുക്കുക. മെല്ലെ കുത്തിയെടുക്കുക. വീണ്ടും ഇതിനുള്ളിലൂടെ വലിച്ചെടുക്കുക. അടുത്ത ബീഡിനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ ഏരിയ ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നോർമലി ചെയ്യും പോലെ ഒരു ചെയിൻ ലോക്ക് ഈ ഒരു കോർണർ ഏരിയയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഇതൊരു തിന്നായിട്ടുള്ള നീഡിലായതുകൊണ്ട് പെട്ടെന്ന് നമ്മളുടെ ത്രെഡൊക്കെ സ്പ്ലിറ്റ് ആവും. മെല്ലെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ചെയിൻ ലോക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഈ ലൂപ്പിനെ വെച്ചിട്ട് ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു ലൂപ്പിനെ എടുത്തു കൊടുക്കുക. വീണ്ടും ആ ഒരു ലൂപ്പിലേക്ക് അടുത്ത ബീഡിനെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അങ്ങനെയാണ് നമ്മൾ ബീഡ് വർക്കിൻ്റെ കോർണർ ചെയ്യേണ്ടത്. നമ്മൾ നോർമലി ചെയ്യും പോലെ തന്നെ ചെയ്യുക. ഓരോരോ ചെയിനിലും നമ്മൾ ഓരോരോ ബീഡ്സിനെ ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകരുത്. നിങ്ങളിങ്ങനെ ലോഡ് ചെയ്തെടുത്തിട്ട് വേണം ഓരോരോ ബീഡ്സിനായിട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമുക്ക് ബീഡ്സൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് നന്നായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഈ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ബീഡ് നീഡിൽ കൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോഴേ നമുക്ക് ഒരുപാട് വർക്കൊക്കെ ചെയ്യാൻ വരുമ്പോൾ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. ഇങ്ങനെ ചെയ്ത് നമുക്ക് എവിടെയാണോ നിർത്തേണ്ടത് ആ ഒരു ഏരിയയിൽ ഹാൻഡ് ലോക്ക് ഇട്ടിട്ട് നിർത്തി കൊടുക്കാം. ഓക്കെ.